Hello friends, welcome to Friendly PSC. ഞാൻ ആര്യ. അപ്പോൾ SCERT പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള നമ്മളുടെ ക്രാഷ് കോഴ്സിലെ ഒന്നാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ വൊക്കാബുലറിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം പഠിപ്പിക്കും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ടെലഗ്രാമിൽ പറയും. അപ്പോൾ നിങ്ങളത് പോയി ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ കയറിയിട്ട് ഫ്രണ്ട്ലി PSC എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ 3ാം ക്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3ാം ക്ലാസ് നമ്മൾ 2 ഘട്ടങ്ങളായിട്ടാണ്. പാർട്ട് 1 ഒന്നാമത്തെ ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ വന്നിരിക്കുന്ന സാഹിത്യകാരന്മാരുടെ പേര്, അവരുമായിട്ട് ബന്ധപ്പെട്ട PSC ചോദ്യങ്ങൾ. അപ്പോൾ മലയാള സാഹിത്യം 3ാം ക്ലാസ് അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അടുത്ത ദിവസമാണ് നമ്മൾ 3ാം ക്ലാസ്സിലെ വൊക്കാബുലറി, പദം, അവരെ അർത്ഥം, പര്യായം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം കുട്ടികൾക്ക് പഠിക്കാനുള്ളത് കവയിത്രി സുഗതകുമാരിയുടെ ഒരു കവിതയാണ്, അമ്മയോടൊപ്പം എന്ന കവിത. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാം സുഗതകുമാരി, കവയിത്രി സുഗതകുമാരിയുമായിട്ട് ബന്ധപ്പെട്ട PSCയുടെ മുൻകാല ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സുഗതകുമാരി കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിട്ടുള്ള ബോധേശ്വരൻ്റെ പുത്രിയാണ്. അപ്പോൾ ബോധേശ്വരനിൽ നിന്ന് നമുക്ക് ചോദ്യമുണ്ട്, നമ്മളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ആ പോയിന്റ് പഠിച്ചു. ഇനി അടുത്തത് വിഷാദത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്ന ആരാണ്? സുഗതകുമാരിയാണ്. വിഷാദത്തിൻ്റെ കവയിത്രി. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. കവയിത്രി പദശുദ്ധിയിൽ ചോദിക്കും. അപ്പോൾ ആരും തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ അതിന് ഞാൻ തരുന്നൊരു കോഡാണ്, ശ്രദ്ധിച്ചേക്കുക. കവിയുടെ അവസാനം ഒരു വള്ളിയാന്ന് നമുക്കറിയാലോ. കവി ഒരു വള്ളിയാണ്. കവയിത്രിയുടെ അവസാനം, കവിയുടെ ഒരു വള്ളി ഓൾറെഡി അവിടെ ഉണ്ട്. അവസാനം എന്ന് ഓർക്കുക, കവിയുടെ ഒരു വള്ളി അവസാനമുണ്ട്. പിന്നെന്താ, കവയിത്രി അല്ലേ. അപ്പോൾ സാരിയുടെ വള്ളിയും കൂടെ കാണും അല്ലേ. അപ്പോൾ സാരിയുടെ വള്ളിയും കൂടെ അവസാനം വരുന്നുള്ള രീതിയിൽ അവസാനം 2 വള്ളി ഓർക്കുക. അപ്പോൾ ആരും തെറ്റിക്കരുത്. കവയിത്രി അവസാനം 2 വള്ളി, സാരിയുടെ വള്ളിയും കൂടെ ഉണ്ടെന്ന് ഓർത്താൽ പിന്നെ ഒരിക്കലും തെറ്റില്ല, മാറിപ്പോവില്ല. എല്ലാവരും തെറ്റിക്കുന്നതാണിത്. അപ്പോൾ അത് കിട്ടി, പദശുദ്ധി. ഇനി അടുത്ത പ്രധാന കൃതികൾ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത്രയും കൃതികൾ നമുക്ക് നോക്കാം. മണലെഴുത്ത് എന്ന കൃതി. മണലെഴുത്ത് എന്ന കൃതിക്ക് ഏത് അവാർഡാണ് ലഭിച്ചത്? സരസ്വതി സമ്മാനമാണ്. അടുത്തത് രാത്രിമഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. പാതിരാപ്പൂക്കൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അമ്പലമണിക്ക് വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡും കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ കൃതികളെല്ലാം സുഗതകുമാരിയുടെ ആണെന്ന് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കോഡ് പറയാം. അറിയാൻ വയ്യാത്തവർക്ക് കോഡ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ കവിതകൾ, ഈ രചനകളുടെ പേര് ഓർത്തു വയ്ക്കുക. സുഗതകുമാരിയുടെ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഞാൻ കോഡ് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. മണലെഴുത്ത്, അപ്പം മണ്ണിലെഴുതുന്നത് അല്ലേ. അപ്പം മണലെഴുത്ത് ഓർക്കാൻ നമ്മൾ വിദ്യാരംഭത്തിന് മണ്ണിലെഴുതാറില്ലേ. വിദ്യാരംഭത്തിന് നമ്മൾ മണ്ണിൽ ഹരിശ്രീ എഴുതും, ഈ ഒക്കെ എഴുതും. അപ്പം മണ്ണിലെഴുതുന്നത് എപ്പോഴാണ്? വിദ്യാരംഭം സരസ്വതി പൂജയ്ക്കാണ് അല്ലേ. സരസ്വതി പൂജയല്ലേ വിദ്യാരംഭം. അപ്പം മണലെഴുത്ത് സരസ്വതി പൂജ, മണ്ണിലെഴുതുന്നത് സരസ്വതി പൂജയ്ക്കാണെന്ന് ഓർത്തു വയ്ക്കണം. ഇനി അടുത്തത് രാത്രിമഴയും പാതിരാപ്പൂക്കളും. അത് നമ്മൾ റിലേറ്റ് ചെയ്ത് ഓർക്കുക. അപ്പോൾ ഒരെണ്ണത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരെണ്ണത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് കിട്ടിയത്. അപ്പോൾ ഒരു ഓർത്ത് വയ്ക്കുക, ഞാനിപ്പോൾ പറയുന്ന പോലെ ഒരു പൂ ഇങ്ങനെ വിടരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ. പെട്ടെന്ന് അതിലേക്ക് മഴ പെയ്യുമ്പോൾ എന്ത് പറ്റും? പൂ പെട്ടെന്ന് അങ്ങ് വിരിയും അല്ലേ. അപ്പം മഴ പെയ്തപ്പോഴാണ്, രാത്രി മഴ പെയ്തപ്പോഴാണെന്ത് പൂ വിരിഞ്ഞത്. അപ്പോൾ പൂ വിരിയാൻ കാരണക്കാരനാരാ? രാത്രിമഴ. അപ്പോൾ രാത്രിമഴയല്ലേ മെയിൻ. അപ്പോൾ രാത്രിമഴയ്ക്ക് ഏത് അവാർഡ് കിട്ടിയെന്ന് ഓർക്കാം? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയെന്ന് ഓർക്കാം. പിന്നെ എന്താ, രണ്ടാമതാണ് പൂ വിരിഞ്ഞത് അല്ലേ. അപ്പോൾ പാതിരാപ്പൂവിനെന്താ കുറച്ച് സ്ഥാനം കുറഞ്ഞു. അപ്പോൾ എന്താ, കേരള സാഹിത്യ അക്കാദമി ആണെന്ന് ഓർക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് 3 അവാർഡും റിലേറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് എപ്പോഴും PSCക്ക് ചോദിക്കുന്ന, കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. അടുത്താണ് അമ്പലമണി. അമ്പലമണിക്ക് ഏത് അവാർഡാണ് കിട്ടിയത്? ഓടക്കുഴൽ അവാർഡ്. അപ്പോൾ സാധാരണ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലൊക്കെ കാണുന്നത് അമ്പലത്തിലാണല്ലേ. അപ്പോൾ അമ്പലമണിയും ഓടക്കുഴലും കൂടെ റിലേറ്റ് ചെയ്ത് ഓർക്കുക. പിന്നെ വയലാർ അവാർഡ്. അപ്പോൾ ഞാൻ നിങ്ങളെ വയലാർ അവാർഡ് പഠിപ്പിക്കുമ്പോൾ ഒരു ചെറിയൊരു കോഡ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വയലാർ അവാർഡ് വലഞ്ഞു എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കാൻ പോണേ. വലഞ്ഞു അപ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താണ്, അമ്പലമണി ഇങ്ങനെ വലിച്ചടിച്ചടിച്ച് നമ്മളങ്ങ് വലഞ്ഞു എന്നുള്ള രീതിയിൽ വയലാർ അവാർഡ് കിട്ടിയത് അമ്പലമണിക്കാണെന്ന് ഓർക്കണം. ഇത്രയും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്പലമണി, ഏതൊക്കെ അവാർഡാണ് അമ്പലമണിക്ക് കിട്ടിയത്? ഓടക്കുഴൽ അവാർഡും കിട്ടി,
വയലാർ അവാർഡും കിട്ടി. അപ്പോൾ ഇത്രയും കൃതികൾ ഓർത്തു വയ്ക്കാമല്ലോ. അതുപോലെ നമുക്കൊക്കെ അറിയാം സുഗതകുമാരിയമ്മ പ്രകൃതിക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുന്നതാണ് അല്ലേ. അപ്പോൾ കാടും പുഴയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെട്ട കവി, ഈ ബന്ധപ്പെട്ട കവയിത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? സുഗതകുമാരിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തു വയ്ക്കുക. പിന്നെ ഒരു കാര്യം, വിഷാദത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരി. അങ്ങനെയാണെങ്കിൽ വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് ഞാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതും കൂടെ പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ വരികൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ PSC റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ ഫാക്ട്സ് ആണ്, അല്ലാതെ ഇത് ഫുള്ള് കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ല 3ാം ക്ലാസ്സുകാർക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം. കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് കിള്ളിക്കുറിശിമംഗലമാണ്. കിള്ളിക്കുറിശിമംഗലം കലക്കത്ത് ഭവനം എവിടാണ്? പാലക്കാട് ലക്കിടിയിലാണ്. അപ്പോൾ കിള്ളിക്കുറിശിമംഗലം കലക്കത്ത് ഭവനം ഓർത്തിരിക്കാൻ ഞാൻ കോഡ് പറഞ്ഞുതരാം. ബാക്കി ഫാക്ട്സും കൂടെ നമുക്ക് നോക്കാം. അതുപോലെ പ്രാചീന കവിത്രയത്തിൽപ്പെട്ടതാണ് കുഞ്ചൻ നമ്പ്യാർ. ആരൊക്കെയാണ് പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത്? കവിത്രയം എന്ന് വെച്ചാൽ എന്താ? 3 കവികൾ. പ്രാചീന കവിത്രയം തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി. അറിയാൻ വയ്യാത്തവർ പഠിച്ചു വെക്കുക. തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി. അതുപോലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ തുള്ളൽ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികമാണ്. കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ തുള്ളൽ കൃതി. പിന്നെ അടുത്ത അദ്ദേഹത്തിന്റെ ഒരു കൃതി ചോദിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം. ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളവും കുഞ്ചൻ നമ്പ്യാരുടെ ആണ്. അടുത്തത് ജനകീയ കവി എന്നറിയപ്പെടുന്നു. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്ന, സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഹാസ്യരൂപേണ അവതരിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ ട്രോള് പോലാണ് അന്നത്തെ കാര്യം. ഇതെന്താ കലാരൂപമാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ട്രോളിൽ കൂടെ പറയുന്നത് അദ്ദേഹം അന്ന് ചെയ്ത പോലാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ. അപ്പോൾ ജനകീയ കവി എന്നറിയപ്പെടുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നർമ്മത്തിൽ അവതരിപ്പിക്കുന്നു. പിന്നെ കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടാ? അപ്പോൾ അദ്ദേഹം അമ്പലപ്പുഴ അമ്പലത്തിൽ മിഴാവ് വായനക്കാരനായിരുന്നു. അപ്പോൾ സ്മാരകവും അമ്പലപ്പുഴയാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ സ്മാരകം അമ്പലപ്പുഴ. ഇനി നമുക്കിതൊന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളുടെ പ്രത്യേകത അപ്പോൾ എന്താ? നൊക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ എങ്ങു മാറിക്കിടാശിട. അപ്പോൾ സാധാരണ തുള്ളൽ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ തുള്ളക്കാരൻ നമ്മളെ നോക്കി ഒന്ന് കളിയാക്കാറുണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നവർക്കൊക്കെ എന്താ കളി, ഈ തുള്ളൽ കഴിയുമ്പോൾ മുഖത്ത് കണ്ടാലറിയാം കലക്കനൊരു കിള്ള് മുഖത്തിട്ട് തന്നെ കിട്ടിയ പോലെ ചമ്മിയായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നല്ല കലക്കൻ കിള്ള് കിട്ടിയ ലുക്കായിരിക്കും ഓട്ടംതുള്ളൽ കഴിയുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന കാഴ്ചക്കാരുടെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് കലക്കത്ത് കിള്ളിക്കുറിശിമംഗലം അല്ലേ. അപ്പോൾ കിള്ളിക്കുറിശിമംഗലം കലക്കത്ത് ഭവനം. അപ്പോൾ കലക്കൻ കിള്ള് വെച്ചിട്ട് ഓർത്തു വയ്ക്കാം. അത് മാത്രമല്ല കുഞ്ചൻ നമ്പ്യാർ കായൽ തുടങ്ങുന്നു. കാരണം ഇനി തുഞ്ചൻ രാമാനുജൻ നമ്മൾ പഠിക്കും. അപ്പോൾ തുഞ്ചനുമായിട്ട് തെറ്റിപ്പോരുത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം കായൽ തന്നെ തുടങ്ങുന്നു. കലക്കൻ കിള്ള് ഓർത്താൽ നിങ്ങൾക്ക് കിട്ടും. ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇത് മാത്രമാണൊന്ന് സംശയം വരുന്നത്. തുഞ്ചനും കുഞ്ചനും കൂടെ കൺഫ്യൂസ് ആവുന്ന അവിടെ. അപ്പോൾ കാകൂട്ടി കലക്കൻ കിള്ള് ഒരു രീതിയിൽ ഓർത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാനപ്പെട്ട ഒരു വരികൾ, കുറച്ച് വരികൾ 3ാം ക്ലാസ്സുകാർക്ക് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ആ വരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം, പാടി രസിക്കാന്നുള്ളതിൽ. പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ആ 2 വരികളുണ്ട്. പിന്നെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം. അടുത്ത വരികൾ ലക്ഷം മനുഷ്യർ കൂടുമ്പോഴതിൽ ലക്ഷണമൊത്തവരൊന്നോ രണ്ടോ. അപ്പം ആ വരികൾ നമുക്ക് വേറൊരു ചാപ്റ്ററിലും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 3 വരികളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റു വരിയാണ് ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം. അതും കുഞ്ചൻ നമ്പ്യാരുടെ തന്നെയാണ്. അതുപോലെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. അപ്പോൾ അത്രയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാഹിത്യകാരനെ നോക്കാം. അടുത്ത കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് PSC റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ആധുനിക കവിത്രയത്തിൽപ്പെട്ടത് ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പോൾ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ ഉള്ളൂർ. അതുപോലെ PSC സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഉള്ളൂരിൻ്റെ മഹാകാവ്യം. അപ്പോൾ മഹാകവിയാണ് അദ്ദേഹം അല്ലേ. അപ്പോൾ ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഏതാണ്? ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഊവിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏതാണ്? ഉമാകേരളമാണ്. ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഊവിൽ തുടങ്ങുന്ന ഉമാകേരളമാണ്. ഇനി അടുത്തത് അതിൻ്റെ പ്രധാന കൃതികൾ.
പ്രേമസംഗീതം, ചിത്രശാല. ഞാൻ ചിത്രശാല പറയാൻ കാരണം ചിത്രയോഗം ആരുടെ മഹാകാവ്യമാണ്? ചിത്രയോഗം വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ്. അപ്പോൾ അതുമായിട്ട് തെറ്റിപ്പോവരുത്, അതുകൊണ്ടാണ് ഞാൻ ചിത്രശാല ഇവിടെ ഉൾപ്പെടുത്തിയത്. ഇപ്പം ചിത്രശാല എന്ന് പറയുന്ന കൃതി ഉള്ളൂരിൻ്റെയാണ്, എന്നാൽ ചിത്രയോഗം എന്ന് പറയുന്നത് വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ്, മാറിപ്പോരുത്. അതുപോലെ പ്രേമസംഗീതം ഉള്ളൂരിൻ്റെ പ്രധാന കൃതിയാണ്. അപ്പോൾ പ്രേമം നമ്മുടെ ഉള്ളിൽ നിന്നല്ലേ വരിക, അപ്പോൾ അത് വെച്ചിട്ട് പ്രേമസംഗീതം ഉള്ളൂര് അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി അടുത്തത് ഉള്ളൂരിൻ്റെ വിശേഷണമാണ്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാട്യൻ, അതും ഊയിലാണ് അല്ലേ. അപ്പോൾ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാട്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാട്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാട്യൻ എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ, PSC ചോദിച്ച കൃതികളാണ് നമ്മളിനി നോക്കുന്നത്. കൃതികളല്ല, വരികൾ. അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രധാന വരികളാണ് നമ്മൾ നോക്കുന്നത്. PSC ചോദിച്ചതാണ്. കാക്കേ കാക്കേ കൂടെവിടെ, സിമ്പിളായിട്ടുള്ള കവിതയാണ്. അത് എഴുതിയത് ഉള്ളൂരാണ്. നമ്മൾ കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ ഇല്ലേ, അത് എഴുതിയത് മഹാകവിയായിട്ടുള്ള ഉള്ളൂരാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചാൽ മറന്നു പോയിരിക്കാം. നമ്മൾ എന്തോർത്ത് വയ്ക്കും? കാക്കയുടെ കൂടിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ടോ എന്നല്ലേ ചോദിക്കുക. അപ്പോൾ ഉള്ളിൽ കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഉള്ളൂരാണെന്ന് ഓർക്കണം. അപ്പോൾ ഇനി മറന്നു പോരുതല്ലോ. കാക്കയുടെ കൂടിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത് ഉള്ളൂരാണെന്ന് ഓർത്ത് വെച്ചൂടെ. ഇനി അടുത്തത് അതും ഇതേ, പ്രാവേ പ്രാവേ പോകരുതേ വാ വാ കൂട്ടിനകത്താക്കാം. അപ്പോൾ കൂടിൻ്റെ ഉള്ളിലാക്കാന്നല്ലേ പറയുന്നത് പ്രാവിനെ. അപ്പോൾ അതും ആരാ? ഉള്ളൂരാണെന്ന് ഓർത്തൂടെ. അപ്പോൾ അത് രണ്ടും അകത്ത് ഉള്ളൊക്കെ വെച്ചിട്ട് ഉള്ളൂർ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. കാക്കേ കാക്കേ കൂടെ എവിടെയും, അതുപോലെ പ്രാവേ പ്രാവേ പോകരുത്, അത് പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ് കാക്കേ കാക്കേ. ഇനി അടുത്തത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അപ്പോൾ നമ്മളുടെ പ്രവൃത്തിയാണ് നമുക്ക് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ അതും ഉള്ളൂരിൻ്റെയാണ് കേട്ടോ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രവൃത്തിയാണല്ലോ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ഉള്ളൂരാണ്. പിന്നെ അവിടെ നമുക്ക് PSC ചോദിക്കുന്നത് നാഗം എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. നാഗം, നാഗം, നമുക്ക് നാമേ പണിവത് നാഗം. നാഗം എന്ന് വെച്ചാൽ സ്വർഗമാണ്. ഇനി ഈ ഗായാണെങ്കിലോ, നാഗം ആണെങ്കിൽ പാമ്പാണ്. എങ്ങനെ ഓർക്കാം? ഗാ കാണുമ്പോൾ തന്നെ അറിയാം, പാമ്പ് പോലെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ പാമ്പ് പോലെ വളഞ്ഞിരിക്കുന്ന ഗാ വരുന്നത് പാമ്പിൻ്റെയാണ്. പാമ്പിൻ്റെ നാഗം, പാമ്പ് എന്ന അർത്ഥമാണ് ഈ നാഗത്തിനുള്ളത്. ഈ നാഗത്തിന് എന്താ ഉള്ളത്? സ്വർഗം. സ്ഥിരം PSC ചോദ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സാഹിത്യകാരനെ നോക്കാം. അടുത്തത് കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കൃതി കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ്. ഏതാണ്? കേരള തുളസീദാസൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഇനി എന്തിനാണ് അദ്ദേഹത്തിനെ നമ്മൾ കേരള തുളസീദാസൻ എന്ന് വിളിക്കുന്നതെന്ന് അറിയാവോ? തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതിനാണ്. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് മൂലമാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെ കേരള തുളസീദാസൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നത് കുളവും തുളസിയും കൂടെ ചേർത്തിട്ടാണ്. നമുക്കറിയാമല്ലേ, തുളസി നമ്മൾ കുളിച്ചിട്ടൊക്കെയാണ് തുളസിയെ തൊടുന്നത് അല്ലേ. അപ്പോൾ കുളത്തിലൊക്കെ കുളിച്ചിട്ട് തുളസി തറയിൽ വന്ന് തൊഴുന്നു എന്നുള്ള രീതിയിൽ കുളവും തുളസിയും കൂടെ റിലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ തിരിഞ്ഞു പോവില്ല. അപ്പോൾ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കുളത്തിൽ കുളിച്ച് തുളസി തറയിൽ തൊഴുക. അപ്പോൾ കേരള തുളസീദാസൻ കിട്ടിക്കാണല്ലോ. പിന്നെ തുളസീദാസ രാമായണം തർജ്ജമ ചെയ്തതിനാണ് അദ്ദേഹത്തെ ആ വിശേഷണത്തിൽ നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ തുളസീദാസ രാമായണം തർജ്ജമ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു അവാർഡും കൂടെ കിട്ടി. ഏത് അവാർഡാണ്? അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് കിട്ടി കേട്ടോ. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് കിട്ടിയതിനാണ് തുളസീദാസ രാമായണം തർജ്ജമയ്ക്കാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴും PSC ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, തെറ്റിപ്പോവാറില്ലേ. അപ്പോൾ കുളവും തുളസിയും കൂടെ അങ്ങ് റിലേറ്റ് ചെയ്യുക, ഓർക്കുക. ഇനി അടുത്തത് മാണിക്യവീണയും കാമസുരഭി. മാണിക്യവീണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാണിക്യവീണ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക് ഏത് അവാർഡാണ് കിട്ടിയത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പോൾ മാണിക്യവീണയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാമസുരഭിക്ക് കേന്ദ്രവും. അപ്പോൾ കാമസുരഭിക്ക് കേന്ദ്രം, കാമസുരഭിക്ക് കേന്ദ്രം, കേന്ദ്ര സാഹിത്യം, മാണിക്യവീണയ്ക്ക് കേരളവുമാണ്.
ഇത്രയും കിട്ടിയില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 പോയിന്റാണ്. അതെല്ലാവരും പഠിച്ചു വെക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വരികൾ നോക്കാം. ഇപ്പോൾ പാടാൻ പോകുന്നത് PSCക്ക് ചോദിച്ചതുമാണ്. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ. അപ്പോൾ ആ കവിത എഴുതിയത് ആരാണെന്ന് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കും, പക്ഷെ ഓർന്ന് പറയുമ്പോൾ അയ്യോ ഇരയിമ്മൻ ഇത് ആരാന്ന് മറന്നു അല്ലേ? അപ്പോൾ അത് ഓർക്കാൻ, സാധാരണ ഈ പാട്ട് അമ്മമാർ പാടുമ്പോൾ എത്ര ഉറക്കമില്ലാത്ത കുട്ടികളാണെങ്കിലും ഉറങ്ങിപ്പോവും അല്ലേ? അപ്പോൾ ആ കുട്ടികളെ ഉറക്കാൻ അമ്മ പ്രയോഗിക്കുന്ന ഒരു എരയല്ലേ ഈ പാട്ട്? അപ്പം എരയിമ്മൻ തമ്പീനെ ഓർത്തൂടെ? എര പാട്ട് പാടി ഉറക്കുകയാണ്. അപ്പോൾ അമ്മമാർ പ്രയോഗിക്കുന്ന എരയാണ് ഈ പാട്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? ഇരയിമ്മൻ തമ്പിയാണ് ഇത് എഴുതിയെന്ന് പഠിച്ചു. അപ്പോൾ ഓമനത്തിങ്ങൾക്കിടാവ് എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ആരെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് പാടിയത്? അതായത് നമ്മുടെ സ്വാതി തിരുനാൾ കുഞ്ഞായിരുന്നപ്പോൾ സ്വാതി തിരുനാളിനെ ഉറക്കാനായിട്ടാണ് ഇരയിമ്മൻ തമ്പി ഇത് എഴുതിയത്. അപ്പോൾ അതെങ്ങാനും ചോദിച്ചാൽ എങ്ങനെ ഓർത്തിരിക്കും? സ്വാതി തിരുനാൾ ആരാണ്? സംഗീതജ്ഞനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അല്ലേ? അപ്പോൾ കുഞ്ഞിലെ ഇത്രയും നല്ല പാട്ടൊക്കെ കേട്ട് വളർന്നതുകൊണ്ട് അദ്ദേഹം സംഗീതജ്ഞനായെന്ന് ഓർത്താൽ പോരെ? അപ്പോൾ അതും കിട്ടി. ഇനി അടുത്ത മുൻകാല ചോദ്യമാണ് നമ്മൾ പറയുന്നത്. ഇത് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാമെന്നെ നീ കാക്കുമാറാവണം. അത് എഴുതിയത് പന്തളം കേരളവർമ്മയാണ്. പന്തളം കേരളവർമ്മ. സാധാരണ നമ്മൾ ഇത് ചൊല്ലുന്നത് എങ്ങനെയാ? വൈകിട്ട് വിളക്ക് നല്ല പന്തം പോലെ കത്തിച്ചു വെച്ചിട്ടല്ലേ ദൈവമേ കൈതൊഴാൻ ചൊല്ലുന്നത് അല്ലേ? അപ്പോൾ വിളക്ക് പന്തം പോലെ കത്തിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രെയർ സോങ് പാടുന്നത് എന്നോർത്താൽ എന്തോർക്കാം? എഴുതിയ ആളെ ഓർക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വിളക്ക് പന്തം പോലെ കത്തിച്ചു വെച്ചിട്ട് ദൈവമേ കൈതൊഴാൻ പാടുന്നു. പന്തം പോലെ എന്നുള്ളതിൽ നിന്ന് എഴുതിയ കവി പന്തളം കേരളവർമ്മ. ആ പന്തളം കിട്ടിയല്ലോ. ഇനി അടുത്തത് ഈ പന്തളം തന്നെ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് അടുത്ത കോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് 3ാം ക്ലാസ്സിൽ. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു. അപ്പോൾ ഒരു കുട്ടി, കളിക്കുട്ടി എന്ന് പറയുന്ന ഒരു കവിതയാണ് കേട്ടോ. അപ്പോൾ കുട്ടി പൈങ്കിളിയെയും വണ്ടിനെയൊക്കെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ എന്താ, അതൊന്നും പറ്റൂല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് പോകുന്ന അങ്ങനെ ഒരു കവിതയാണ്. അപ്പോൾ അത് എഴുതിയത് ആരാണ്? അതും എഴുതിയത് പന്തളം കേരളവർമ്മയാണ്. അപ്പോൾ അത് ഓർക്കാൻ, കളിക്കുട്ടി എന്നാണ് കവിതയുടെ പേര്. അപ്പോൾ കളിക്കുട്ടി എഴുതിയത് പന്തളം കേരളവർമ്മയാണ്. അപ്പോൾ കുട്ടി പന്ത് കളിക്കാനായിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. അപ്പോൾ പൈങ്കിളിയെ പൈങ്കിളിയെ പന്ത് കളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണെന്ന് ഓർത്താൽ നമുക്ക് എന്തോർക്കാം? ഈ പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിടാൻ വരുമോ പന്തളം കേരളവർമ്മയാണെന്ന് ഓർക്കാം. ഓക്കെ. ഇനി അടുത്തത് പന്തളം കേരളവർമ്മയുടെ തന്നെ ഓർത്തിരിക്കാനായിട്ടൊരു കാര്യമാണ്. ഒത്തൊരുമ എന്ന കവിത എഴുതിയത് ആരാണ്? അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പന്തം കത്തിച്ച് പ്രാർത്ഥിക്കാനും പന്ത് കളിക്കാനും ഒക്കെ നമ്മൾ എങ്ങനെയാണ്? ഒത്തൊരുമിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇത് രണ്ടിൽ നിന്നും എന്താണ്? ഒത്തൊരുമ എന്ന കവിത പന്തളം കേരളവർമ്മയുടെ ആണെന്ന് ഓർക്കാം. അപ്പോൾ ഒരു 3 കോഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് പഠിച്ചല്ലേ. അപ്പോൾ ഇത് ഫുള്ള് കോഡ് തന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെ സാധാരണ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3ാം ക്ലാസ്സിൽ കുറച്ചുകൂടെ കവികളുടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഹയർ ക്ലാസ്സിൽ ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒക്കെ ഉണ്ട്, വീരാൻകുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡിൽ നമുക്ക് സാഹിത്യത്തിലെടുക്കാം. അപ്പോൾ ഇത്രയാണ് 3ാം ക്ലാസ്സിൽ നമ്മൾ സാഹിത്യത്തിൽ നിന്ന് പറഞ്ഞ പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ഇനി ഒരു പാർട്ട് 2 കൂടെ വരുന്നുണ്ട്. ഈ 3ാം ക്ലാസ്സിലെ വൊക്കാബുലറി, അതായത് പദങ്ങളുടെ അർത്ഥം, പര്യായം, വിപരീതം, അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പരീക്ഷയിടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മളുടെ ടെലഗ്രാം ഫ്രണ്ട്ലി PSCയിൽ ഇടും. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുന്ന എല്ലാവരും ഫ്രണ്ട്ലി PSCയുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതും ഫ്രണ്ട്ലി PSC ആണ്. അത് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഫ്രീ ക്രാഷ് കോഴ്സ് SCERT ബേസ്ഡിൻ്റെ 1ാമത്തെ ക്ലാസ്സാണിത്. അതുപോലെ നമ്മൾ മലയാളത്തിലെ വ്യാകരണം, പ്രധാനപ്പെട്ട വൊക്കാബുലറി എല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ LDCക്കും ഡിഗ്രി ലെവലിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലുണ്ട്. അതൊന്നും കാണാത്തവർ കാണുക. മലയാളം മാത്രമല്ല, സയൻസും ഇംഗ്ലീഷും GKയും കറണ്ട് അഫേഴ്സും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കൂടുതലും കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടവർ അതുമൊക്കെ കാണുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫ്രണ്ട്ലി PSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്.